എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ലാസ്റ്റത്തെ നോമ്പാണ്. അമേരിക്കയിൽ ശനിയാഴ്ചയാണ് ലാസ്റ്റത്തെ നോമ്പ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായാണ് ഞാൻ വന്നേക്കണത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും ഫുഡും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട, വേഗം തന്നെ പോകാം. നമ്മളിപ്പോൾ പോകുന്ന റെസ്റ്റോറൻറ്റ് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റാണ്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച മുമ്പേ തന്നെ നമുക്ക് ബുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉള്ള എഡിസൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. എങ്കിൽ പോലും ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ അല്ല കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കിക്കേ കല്യാൺ ജ്വല്ലേഴ്സൊക്കെ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഈ ഷാലിമാർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് നമ്മളിന്ന് വന്നേക്കണത്. നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു, റെസ്റ്റോറൻറ്റിലേക്ക് നടക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാണ്ടോ റെസ്റ്റോറൻറ്റ്. അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ദൂരത്താണ്. അത്യാവശ്യം നല്ല തണുപ്പും കാറ്റും ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ചെന്നപ്പോഴത്തേക്കും തന്നെ ഇവരെല്ലാം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ടേബിളിലും ഇത് കണ്ടില്ലേ, ഫ്രൂട്ട് സാലഡ്, 2 ടൈപ്പ് ജ്യൂസ്, ഈന്തപ്പഴം, അങ്ങനെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളിത്തിരി നേരത്തെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ടില്ലേ, ഫുള്ളും കാലിയായിട്ട് കിടക്കുകയാണ്. 7 മണി കഴിയുമല്ലോ, 7:15 ആവും ബാങ്ക് കൊടുക്കാനായിട്ട്. നമ്മൾ വന്നപ്പോഴത്തേക്കും ഒരു 6:30, 6:45 ആയിട്ടുണ്ടായിരുന്നു. മറ്റുള്ള റെസ്റ്റോറൻറ്റുകളിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നോമ്പ് തുറക്കണ എല്ലാ ഐറ്റംസുകളും, അതായത് വറപൊരികളൊക്കെ ഇവർ ടേബിളിൽ എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നേ. നമുക്ക് നേരത്തെ പോലെ ഇങ്ങനെ ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നില്ല. ഫസ്റ്റ് തന്നെ ഇവരിതേ ഒരു ബർഗർ സാൻഡ്വിച്ചാണോ നമ്മൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന. പിന്നീട് ഒരു ചിക്കൻ ലോലിപോപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറേ വറപൊരികളും ഉണ്ടായിരുന്നു. സമൂസ, റോള്, പിന്നെ അതുപോലെ എന്തോ ഒരു ടൈപ്പ് പത്തിരിയിട്ട്, അതിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് വറപൊരികൾ. നമുക്ക് എത്ര വേണേലും അവർ കൊണ്ടുതരും കേട്ടോ. നമ്മൾ ക്യൂ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളവും ജ്യൂസും എല്ലാം അൺലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നോമ്പ് തുറ ടൈമിൽ ഉണ്ടായിരുന്ന ഫുഡുകൾ. പിന്നീട് പിന്നെ മെയിൻ കോഴ്സിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്ക് അവർ ചെറിയൊരു ബോക്സും ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ നഗറ്റ്സ് ഒക്കെ ആയിട്ടുള്ളൊരു ബോക്സ്. അപ്പോൾ അതും വേറെ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കുട്ടികൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നിസ്കാരവും കാര്യവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ ഫുഡിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. എല്ലാ റെസ്റ്റോറൻറ്റിലെയും പോലെ തന്നെ ഇവിടെയും ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ചിക്കൻ, മട്ടൻ, ബീഫ്, എല്ലാ ഐറ്റംസുകളും ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി, മട്ടൻ കറി, പിന്നെ അതുപോലെ ബട്ടർ ചിക്കൻ, നാന്, ഗ്രില്ല് ഐറ്റംസ് ആയിട്ടുള്ള ചിക്കൻ ഉണ്ടായിരുന്നു, മട്ടൻ ഉണ്ടായിരുന്നു, ചില്ലി ചിക്കൻ, നൂഡിൽസ് എന്ന് വേണ്ട എന്തൊക്കെ ഫുഡ് വേണം എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോന്നിൻ്റെ പേരുകൾ എടുത്തെടുത്തൊന്നും ഞാൻ പറയണില്ല. കാരണം വെച്ചാൽ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഇപ്പോഴും ആകെ ഒരു കൺഫ്യൂഷനാണ്. ഈ കാണുന്ന ഒരു ഐറ്റം കണ്ടില്ലേ, ഇത് ബിരിയാണി എന്നല്ല കേട്ടോ പറയുക, ഇവർ വേറെ എന്തൊരു പേരാണ് പറയുക. ഇതിൽ ചിക്കൻ, വെജിറ്റബിൾസ്, പിന്നെ അതുപോലെ തന്നെ നട്ട്സ്, കിസ്മസ് ഒക്കെ കൂടിയിട്ടിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയാനാണെങ്കിൽ എല്ലാം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ റെസ്റ്റോറൻ്റ് ആണെന്നാണ് കേട്ടോ തോന്നുന്നത്. എങ്കിൽ പോലും ഇവിടുത്തെ ഫുഡുകളുടെ ടേസ്റ്റുകളൊക്കെ നമ്മൾക്ക് കഴിക്കാൻ പറ്റിയ ടേസ്റ്റുകളൊക്കെ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഓരോ ഫുഡുകൾ ഫുള്ള് തീരണ്ട, അതിന് മുമ്പ് തന്നെ അവർ അടുത്ത പ്ലേറ്റ് അവരവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്യും കേട്ടോ. അത്രയ്ക്ക് തിരക്കും, ആളുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ പാകിസ്ഥാനികൾ ഭയങ്കര ഫുഡുകളാണെന്നാണ് തോന്നുന്നത്. എന്താണ് അവരുടെ ഫുഡിങ് കാര്യങ്ങളൊക്കെ, അപ്പോഴൊന്നും അതിൻ്റെ അടുത്ത് കൂടി പോലും പോവില്ല. പിന്നെ മാത്രമല്ല, നമ്മളൊക്കെ പത്തിരി കഴിക്കൂലേ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ, അതുപോലെയാണ് ഇവരൊക്കെ ഈ റൊട്ടി കഴിക്കുക. റൊട്ടിയും ഇവർക്ക് ഭയങ്കര പ്രധാനമായിട്ടുള്ളൊരു ഫുഡാണ് ഈ കാണുന്നത്. റൊട്ടിയും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറികൾ, അതായത് മെയിനായിട്ട് ഇവർ മട്ടനാണ് ഇവർ കഴിക്കണത്. പിന്നെ അതുപോലെ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ പച്ചക്കറികളുടെയൊക്കെ ഇങ്ങനെ സാലഡുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇതും ഒരു വെജിറ്റബിൾ സാലഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ തിക്കും തിരക്കായതുകൊണ്ട് മെയിനായിട്ട് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഫുഡ് ഐറ്റംസുകൾ. അങ്ങനെ നമ്മളതൊക്കെ എടുത്തു, ഇതേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇനിയിപ്പോൾ നമ്മളിത് സ്വീറ്റ്സിൻ്റെ സൈഡിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. പുഡിങ്ങുകൾ, പിന്നെ അതുപോലെ ഗുലാം ജാം,
പിന്നെ അതുപോലെ കേക്കുകൾ, പേടകൾ, ജിലേബി, അങ്ങനെ എന്ത് വേണ്ട ഒരുപാട് ഐറ്റംസുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വയറില്ലാത്ത കുറ്റമുള്ളൂ, അത്രയ്ക്ക് ഫുഡുകളായിരുന്നു. പിന്നെ അതുപോലെ ചായയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞ റെസ്റ്റോറൻറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഇവരുടെ ജ്യൂസുകളാണ്. കഴിഞ്ഞ റെസ്റ്റോറൻറ്റിലൊന്നും ജ്യൂസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ 2 ടൈപ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു, അതും പാക്കഡ് ജ്യൂസാണ് കേട്ടോ, അല്ലാതെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. അത് എന്നെ വളരെയധികം സന്തോഷപ്രദമാക്കിയിട്ടാ. കാരണം എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോഴത്തേനും ഇത് കണ്ടില്ല, ഒരു ടേബിളിൽ നിറച്ചിങ്ങനെ വളകളൊക്കെ ഇട്ട് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനും കുറേ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അതിനോട് ചേർന്ന് തന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർ റെസ്റ്റോറൻറ്റുകാർ തന്നെ ചെയ്യണമെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും വളകളൊക്കെ ഇങ്ങനെ അവർ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് കേട്ടോ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് അവർ വിൽക്കണമൊന്നുമല്ല, അവരവിടെ ഫ്രീ ആയിട്ട് കൊടുക്കണതാണ്, പെരുന്നാളല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് എല്ലാവർക്കും ഇങ്ങനെ ഓരോ പാക്കറ്റ് വളകൾ അവർ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനും എടുത്തായിരുന്നു കേട്ടോ അതിൽ നിന്ന് വള. പിന്നെ മൈലാഞ്ചിയൊക്കെ ഇത് കണ്ടില്ല, അറ്റത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും എങ്ങനെയെന്ന് എനിക്കറിയില്ല, അത് ക്യാഷ് കൊടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവിടെ നിന്ന് ഭയങ്കര ക്യൂ ആണ്ടോ. നമ്മളങ്ങനെ അതേ ഇപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ ഈ കടയിൽ സ്വീറ്റ്സുകളും വിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്വീറ്റ്സിൻ്റെ കളക്ഷൻ ഉണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ ഭയങ്കര തണുപ്പും കാറ്റും പിന്നെ ചെറുതായിട്ട് മഴ പൊടിയലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണോ ഞാൻ എടുത്ത വള. അപ്പോൾ ഞാനും പാത്തും വളകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി വളയായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാൻ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പാക്കറ്റ് വെച്ചാണ് അവരിങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നത്. നമ്മളപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയുടെ അടുത്തേക്ക് പോവുകയാണ്. നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം തണുപ്പ് ഇങ്ങനെ കാറ്റടിച്ചിട്ടേ നമ്മുടെ ഡ്രസ്സും പിന്നെ ഷോളൊക്കെ ഇങ്ങനെ പറന്ന് പോണ മാതിരിയായിരുന്നു. അതിന് മാത്രമുള്ളൊരു കാറ്റായിരുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് മഴയും ഒക്കെ പൊടിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു നോമ്പുതറ അടിപൊളി നോമ്പുതറ തന്നെയായിരുന്നു, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അമേരിക്കയിലെ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.